ഇവൾ ഇതുവരെ വന്നില്ലേ? സമയം ഇത്രയായല്ലോ. ഓഫീസിൽ ചോദിച്ചപ്പോ അവള് നേരത്തെ വീട്ടിലേക്ക് പോയി എന്നാണല്ലോ പറഞ്ഞത്. ഇവളിത് എവിടെ പോയി? സത്ത് പാട്ടി ചുവന്ന സോക്സ്. ഇത്രയും മതി, ഞാൻ പിടിച്ചോളാം. Give it, Sonny. Good. Well done, my boy. ഞാൻ എന്തെടുത്തെറിഞ്ഞാലും നീ അതെടുത്ത് എന്റെ കൊണ്ട് തരണം. ഓക്കേ? പട്ടിയും കളിപ്പിച്ചോണ്ട് നിൽക്കുന്നേ ഉള്ളോ? ഓഫീസില്ലേ? നായ്ക്കളെന്നൊക്കെ പറഞ്ഞ നന്ദിയുള്ള ജാതിയാ, വഞ്ചിക്കയില്ല. ഇന്നലെ നീ എന്താ ലേറ്റ് ആയത്? ഓഫീസിൽ ഒരല്പം വർക്ക് കൂടുതലുണ്ടായിരുന്നു. ഞാൻ അവിടെ വന്നപ്പം നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ ഫീൽഡിൽ പോയിരുന്നു, വർക്കേഴ്സിന് കൂലി കൊടുക്കാൻ. നീ എന്നിട്ട് ഇവിടെ വന്നിട്ടാണോ പോയത്? ഇതെന്താ പോലീസ് സ്റ്റേഷനോ? വന്നോ പോയോന്നൊക്കെ ചോദിക്കാൻ? എനിക്ക് നേരായി, ഞാൻ പോണു. പോലീസ് സ്റ്റേഷനും കോടതിയും കൊണ്ടൊന്നും അവസാനിക്കില്ല. അവനെ ഞാൻ പിടിക്കും. ഉണ്ണുണ്ണിയുടെ തനിനിറം നീ എപ്പോഴേ അറിയും. ഇനിയെങ്കിലും ഇറങ്ങച്ചോ. ചോപ്പല്ല. എന്താണോ ഇത്? ചാകണോ അച്ചോ? ചാകണോ? ആർക്ക്? അല്ല, ഷൂസിന്റെ അടി ചാണകം വെച്ചോ. ഇതൊക്കെ പറഞ്ഞിട്ട് വേണ്ടോ പൊക്കാൻ? ഇനി പറഞ്ഞിട്ട് പോക്കാ അച്ചോ. സോറി. ഭൂമിയിൽ തന്നെ ഇഷ്ടപ്പെട്ടവര് പരസ്പരം തീരുമാനിച്ചങ്ങ് നടത്തുക. ചാക്കോച്ചൻ പറഞ്ഞതാ ശരി. ഇഷ്ടമില്ലാത്തവരെ പരസ്പരം കൂട്ടിയിണക്കുന്നത് ശരിയല്ല. അവസാനം വെറുതെ ദുഃഖിക്കേണ്ടി വരും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഇതുമല്ല. എന്താണോ കാലം പിടിക്കുന്നത്? അല്ല, കരണ്ടി കിട്ടി. മണ്ണുണ്ണി എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ആ മനസ്സമ്മതം ഞായറാഴ്ച ഞങ്ങളങ്ങ് നിശ്ചയിക്കാം. അതൊന്നും എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അതല്ല, സമ്മതം ഇല്ലെങ്കിൽ പള്ളി വരെ പോകണ്ടല്ലോ. ആ ചെലവ് ലാഭിക്കാലോ എന്നാ ചാക്കോച്ചന്. ഒന്നും പറയാൻ പറ്റാത്ത കാലമാ. വിവാഹം കഴിയുമ്പോഴാ ചിലരൊക്കെ അറിയുന്നു ചെറുക്കിന് വേറെ ഭാര്യയും പിള്ളേരും ഉണ്ട്. ബോബി കേട്ടിട്ടില്ലേ? എനിക്ക് 2 കേസ് അറിയാം. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വെടി വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? അതാ ചെയ്യണ്ട. കർത്താവ് ക്ഷമിക്കില്ല അവരോടൊന്നും. വല്ലവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്നതിനോട് കർത്താവ് ക്ഷമിക്കുവോ അച്ചോ? ഒരിക്കലുമില്ല. എനിക്കതറിഞ്ഞാ മതി. ഞാനെന്നാ പോട്ടെ. ഓഫീസിലേക്കല്ലേ? ശരി, പോയിക്കോ. ചുവന്ന സോക്സ്. ഹലോ, ബേബിച്ചാനാ? ആ, ഞാനാ ബോബി. ബേബിച്ചാനെങ്കിലും എന്നെ വിശ്വസിക്കണം. പഴയ മറ്റേ കോളേജിലെ നീന തന്നെയാണോ? അതെ ബേബിച്ചാ. നീ അവളെ കെട്ടാൻ തയ്യാറാണെന്നും ഡാഡിയോട് പറയണമെന്നൊക്കെ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ? അവളുടെ ഫോട്ടോ നീ എനിക്ക് അയച്ച ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. അല്ല, പിന്നെ അവളെ വിട്ടുപോയത് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ നീനയായിട്ട് എപ്പോഴെങ്കിലും ഒരു അവധം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ബേബിച്ചാനെങ്കിലും എന്നെ ഒന്ന് വിശ്വസിക്കണം. ഇതൊന്ന് തെളിയിക്കാൻ എന്താ വഴി? ഒരു വഴിയുണ്ട്. ഏയ്, ഗർഭം ഉണ്ടാകാൻ വഴിയില്ല. എന്റെ ദൈവമേ, ഡെയ്സിക്ക് ഗർഭം. വെറുതെ കളിക്ക് തുടങ്ങിയ ബന്ധമാണ് ചേട്ടാ. നിനക്ക് കളിച്ച് ഗർഭമുണ്ടാക്കാനാണോടാ എന്റെ ഭാര്യ? അവളുടെ കാര്യം നോക്കണ്ട, നമുക്ക് നമ്മുടെ മാനം രക്ഷിച്ചാ മതി. അപ്പൊ എനിക്ക് മാനമില്ലടാ ദുഷ്ട. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. ഇതിൽ നിന്ന് നീ എങ്ങനെ വേഗം ഊരാന്ന് വിചാരിക്കണ്ട.
നിന്നെ ഊരിക്കത്തില്ല തെണ്ടി. നീ ഊരുന്നൊന്ന് കാണട്ടാ. ഇങ്ങനെ ടെസ്റ്റ് നടത്തി അറിയാല്ലേ? ഏയ് ഒരാൾക്കും അറിയില്ല, ഡെയ്സിക്ക് മാത്രമേ അറിയൂ. അവൾ എന്റെ അടുത്തുണ്ട്. ഇല്ലില്ല, അവൾ ആരോടും പറയില്ല. നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനെ ഒരു അബദ്ധത്തിൽ ചെന്ന് ചാടുമെന്ന് വിചാരിച്ചില്ല. ശരി, ഞാൻ വെക്കട്ടെ. ഇത്രയും വെച്ചത് പോരാടാ, ഇനിയും വെക്കണോ? എത്ര? 110. എന്ത് പറഞ്ഞു? ഒരു ടെസ്റ്റ് നടത്താൻ പറഞ്ഞു. വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഹോസ്പിറ്റലിൽ വെച്ചായ എല്ലാരും അറിയും. ഒരു നഴ്സിനെയും കൂട്ടി വീട്ടിലേക്ക് പോകും. ഗർഭമായതും പോരെ, അത് ആരും അറിയാതെ കലക്കാനുള്ള പരിപാടിയാണ്. കർത്താവേ, ഞാൻ എന്തെങ്കിലും കടുക ചെയ്യും. സോണി, യു ഡോണ്ട് pull. Everybody has pulled me. Please, Sony. Oh, oh. What? പള്ളിയിലെത്താൻ സമയമായി. ഞാൻ ഇതിനകത്ത് തന്നെ മാറിക്കൊള്ളാം. ഡെയ്സി കണ്ണടച്ചോ. റബ്ബർ എസ്റ്റേറ്റ് കാണിക്കാനുള്ളത് ടാറ്റ എസ്റ്റേറ്റ് കാണിക്കുന്നു. നാണം കിട്ടും. മനസമ്മതത്തിന്റെ അന്ന് പോലും അവൾ വെറുതെ വിടൂല. ഇന്ന് ഞാൻ കയ്യോടെ പിടിക്കും. ഭാര്യ പിടിക്കാൻ ശരി ശരി ശരി, നമ്മൾ തമ്മിൽ ഒരു പണക്കമല്ല. ഉണ്ണുണ്ണിച്ചാൻ അറിയോ, പേ പിടിച്ചൊരു പട്ടിയെ പോലെ ഞാൻ ഓടി നടക്കുന്നത്. ഞാനൊരു അല്പം മനസമാധാനത്തിനാണ് ഇവിടെ വരുന്നത്. ഉണ്ണുണ്ണിച്ചാന് പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിത്താം. ലോകത്തൊരു ഭർത്താവിനോടും ഭാര്യാകാമുകൻ ഊരിത്തരണമെന്ന് പറഞ്ഞു. നിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഊരും. എന്താ ആലോചിക്കുന്നത്? സത്യം ഞാൻ പറയാം. എനിക്കെല്ലാം അറിയാം. ഇവിടെ വെച്ചൊന്നും പറയണ്ട. വല്ലവരും കേട്ടാ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അത് ശരിയാ. അന്ന് ഞാൻ വളരെ ക്രൂരമായി നിന്നോട് പെരുമാറി. എന്നോട് ക്ഷമിക്കണം. ചേ അതൊന്നും സാരമില്ല. ഭാര്യാകാമുകനോട് ക്ഷമ ചോദിക്കുന്ന ലോകത്ത് ആദ്യത്തെ ഭർത്താവാനാണ് പുല്ലേ ഞാൻ. ക്ഷമിച്ചു എന്ന് പറഞ്ഞാ പോരാ, എന്നോടൊപ്പം ഒരു ഡ്രിങ്ക് കഴിക്കണം. കളി കഴിയട്ടെ. ശരി. ബാഡ് ലക്ക്. ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. എന്തോന്ന്? ഒരു ചിയേഴ്സ് പറഞ്ഞാലേ നമ്മൾ തമ്മിലുള്ള പിണക്കം തീരുന്ന എന്റെ മനസ്സ് പറയുന്നത്. അങ്ങനെ അങ്ങനെ. I'll come soon. ഹലോ, റിച്ചാർഡ്സ് ഹോസ്പിറ്റൽ. വേഗം ഹൈ റേഞ്ച് ക്ലബിലേക്ക് ഒരു ആംബുലൻസ് അയക്കണം. ഒരു ശവം കൊണ്ടുപോകാനുണ്ട്. ബോബി. Yes? ഈ ബില്ലൊന്നും ഒപ്പിടണം. Oh, I'm sorry, I forgot. Okay. Wait a minute. Okay, give it. Thank you. Well disciplined man. Okay. Cheers. Cheers. ചോദിച്ചറിയാം, ആള് വന്നിട്ടുണ്ട്. എവിടെയാണ് അവനെ സമ്മതിക്കില്ലേ അവനൊക്കെ? എവിടെ ശവം? ഞാനിപ്പോ ശവമാകും. എന്നെ വേഗം ആശുപത്രി കൊണ്ടുപോ. എന്റെ കർത്താവേ, വണ്ടി ചാട്ടി വേഗം. എന്റെ ദൈവമേ, ആ നിലവിളി ശബ്ദം വിടോ. ബോബി, ടെലിഗ്രാം വന്നിട്ടുണ്ട്. എന്തിന്? നാളെ
കാലത്ത് മണികണ്ഠൻ വരുന്നു. ഒന്ന് ഇപ്പോഴച്ച മൂന്നെന്നാണടാ. ഇപ്രാവശ്യം ഒന്നുകിൽ നീ, അല്ലെങ്കിൽ ഞാൻ. എല്ലാത്തിനെയും നാളെ ഞാൻ കൊല്ലുവടാ. എടാ നിനക്ക് ഒരു വ്യത്യാസം ഇല്ലെന്നോടാ. നീ ആ പഴയ മഴുവൻ മണികണ്ഠൻ തന്നെ. മഴുവനും മണ്ടനൊക്കെ ആണെങ്കിലും ഒരു ആവശ്യം വന്നപ്പോ ഈ മണികണ്ഠനെ ഉണ്ടായുള്ളൂ. ഇവനാണ് എന്റെ ഭാര്യയുടെ ഗർഭമായിട്ടെടുക്കാൻ വന്നിരിക്കുന്ന തീണ്ട്. എല്ലാറ്റിനെയും ഞാനിന്ന് ഒരുമിച്ച് കൊല്ലും. സോണി, ഗെറ്റ് റെഡി. വാടി സർ. ഇനി മൂന്നിന്റെയും കട്ട പോകാം.